തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ്. ഇത് അപ്പം, ഇടിയപ്പം, ബ്രെഡ് ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. സാധാരണയായിട്ട് ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മിക്ക വീടുകളിലും തയ്യാറാക്കുന്ന ഒരു വിഭവമാണിത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, ഒരു ബേലീഫ്, 3-4 ഗ്രാമ്പു, 2 തക്കോലം, 2 ഏലക്ക ചതച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നിളക്കാം. ഇനി ഇതിലേക്ക് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അറ്റം പിളർന്നിട്ടുള്ള 6-7 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പച്ചമുളകിൻ്റെ എണ്ണം അവരവരുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. നമ്മൾ ഇതിലേക്ക് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് എരിവിനായിട്ട് ചേർക്കുന്നത്. സവോളയൊക്കെ നന്നായിട്ടൊന്ന് വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവോളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച മണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ്റെ പീസസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിൽ ഗരം മസാലയുടെ ടേസ്റ്റൊക്കെ മുന്നിട്ട് നിൽക്കാതെ നോക്കണം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് ചിക്കൻ വേഗത്തിൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒരു 2 കപ്പ് വെള്ളം ചേർത്തിട്ട് എടുത്തതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഈ കറി അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊട്ടറ്റോ, ഒരു ക്യാരറ്റ് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയും തേങ്ങാപ്പാലും വെളിച്ചെണ്ണയുമാണ് സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് പൊട്ടറ്റോ ഒഴിവാക്കാതെ അത് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പം നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് 3-4 പൊട്ടറ്റോയുടെ പീസസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ച് ഈ കറിയിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും കൊഴുപ്പും കൊടുക്കും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്തതിന് ശേഷം കറി അധികമായിട്ട് തിളപ്പിക്കണ്ട. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറി ഒന്ന് അടച്ചു വെക്കാം. സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് കുറച്ച് തണുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ട്